കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിയുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയാട്ടെ. അതായത് കൈരളിക്കും ദേശാഭിമാനിക്കും ഇംഗ്ലീഷ് ദേശാഭിമാനി ഹിന്ദുവിന് പോലും CPM-നെയും CPM-ൻ്റെ നേതാക്കളെയും വേണ്ട. ഇപ്പം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വാർത്താസമ്മേളനം തത്സമയം, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താസമ്മേളനം തത്സമയം ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും CPM സൈബർ കമ്മ്യൂണുകൾക്കും CPM മാധ്യമ കൂട്ടായ്മകൾക്കും ഒന്നും CPM-നെയും CPM-ൻ്റെ നേതാക്കളെയും വേണ്ട എന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം അത് അവരുടെ ക്രെഡിബിലിറ്റിയെ കൂടെ ബാധിക്കും. ഈ പറയുന്ന പൊട്ടത്തരങ്ങൾ, ഈ പറയുന്ന വങ്കത്തരങ്ങൾ, ഉണ്ടയില്ലാ വിടികൾ ഒക്കെ ഗോവിന്ദനും പിണറായിയും ഒക്കെ ചേർന്ന് നടത്തുമ്പോൾ, P രാജീവും M സ്വരാജുമൊക്കെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് കൈരളിയുടെ ആപ്പീസ് പൂട്ടി എന്നാണ് കേൾക്കുന്നത്. ദേശാഭിമാനിക്ക് പിന്നെ വേറെ വാർത്തകളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കുമായിരിക്കും. അതായത് കേരളം മുഴുവൻ മാധ്യമങ്ങളും സാധാരണക്കാരും പാർട്ടി സഖാക്കളും പാർട്ടി പ്രവർത്തകരും ഒക്കെ വെറുക്കപ്പെട്ട, കണ്ടാൽ കാർക്കിച്ചു തുപ്പുന്നൊരു പാർട്ടിയായി CPM മാറിക്കഴിഞ്ഞു. യാതൊരു തർക്കവുമില്ല. CPM-ൻ്റെ ഇന്നത്തെ അവസ്ഥ അത് തന്നെയാണ്. AKG സെൻറ്ററിലായാലും ചിന്തയുടെ ഓഫീസിലായാലും ദേശാഭിമാനിയുടെ ഓഫീസിലായാലും സഖാക്കൾ പരസ്പരം പല്ലിറുമുകയും ചീത്ത വിളിക്കുകയും തെറി പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇത് നമ്മളെ അറിയിച്ചത് വേറാരുമല്ല, ദേശാഭിമാനിയിലെയും കൈരളിയിലെയും നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പിണറായിയുടെ വാർത്താസമ്മേളനമുണ്ട്, അല്ലെങ്കിൽ ഗോവിന്ദൻ്റെ വാർത്താസമ്മേളനമുണ്ട് എന്ന് പറയുമ്പോൾ തലയ്ക്ക് അടി കൊടുത്ത് മാധ്യമപ്രവർത്തകരും മറ്റ് പ്രവർത്തകരും ഒക്കെ തന്നെ വേറെ ജോലിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. മനസ്സിൽ തെറിയോട് തെറി, പബ്ലിക്കായി തെറി പറയുന്നവരുമുണ്ട്. പച്ചത്തെറിയാണ് പറയുന്നത്. നമ്മൾ ഇത് വെറുതെ അതിശയോക്തിക്ക് വേണ്ടി പറയുന്നതല്ല. CPM എന്ന പാർട്ടി കേരളത്തിൽ നിന്ന് ഏതാണ്ട് അപ്രത്യക്ഷമാകുന്നതിൻ്റെ, CPM-ലെ പ്രവർത്തകരെല്ലാം ചേർന്ന് നാട് വിട്ടെങ്ങോട്ടെങ്കിലും പോകുന്നതിൻ്റെ ആദ്യ സൂചനയായി വേണമെങ്കിൽ ഇത് കരുതാം. മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കാനും പ്രശ്നമുണ്ടാക്കാനും കൈരളിയിലെയും ദേശാഭിമാനിയിലെയും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ പരിപാടി കൂടി വേണ്ട എന്നാണ് ഇപ്പോൾ കൈരളിയുടെയും അതുപോലെ ദേശാഭിമാനിയിലെയും ഒക്കെ എഡിറ്റർമാരുടെ തീരുമാനം. വെറുതെ എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നത്? നമുക്ക് പ്രയോജനമൊന്നുമില്ല. നമ്മൾ എന്താശയം മുമ്പോട്ട് വെച്ചാലും ഇതൊക്കെ ഈ രീതിയിലേ നടക്കൂ, പിണറായി പറയുന്നതേ നടക്കൂ, ഗോവിന്ദൻ പറയുന്നതേ നടക്കൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. സകലമാന ആളുകളും, സ്വന്തക്കാർ പോലും, വേണ്ടപ്പെട്ടവർ പോലും വെറുക്കപ്പെട്ട, ചീഞ്ഞു നാറിയ, നെറികെട്ട ഒരു പ്രസ്ഥാനമായി CPM മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? നമുക്ക് CPM-നോട് വിരോധമൊന്നുമില്ല. നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ രാഷ്ട്രീയ നേതാവിനോടോ നമുക്ക് വിരോധമൊന്നുമില്ല. ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരോട് നമുക്ക് സ്നേഹവും ബഹുമാനവും അവർക്ക് അംഗീകാരവും നൽകും. പക്ഷേ ജനവിരുദ്ധതയും രാജ്യവിരുദ്ധതയും ദേശവിരുദ്ധതയും സാമൂഹ്യ വിരുദ്ധതയും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് അവരുടെ ആശയങ്ങളോട് നമുക്ക് ചിലപ്പോൾ എതിര് നിൽക്കേണ്ടി വന്നേക്കാം. എങ്കിലും അവരോട് ആരോടും നമുക്ക് വ്യക്തിപരമായൊരു വിരോധവുമില്ല. CPM എന്താണ് ഇങ്ങനെയായത്? എങ്ങനെയാണ് ഇങ്ങനെയായത്? ത്രിപുരയിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലും നടന്നതിൻ്റെ ആദ്യ ഫലസൂചനകളിലേക്ക് എത്തുകയാണ്. അവിടേക്ക് ഓരോ പ്രതിസന്ധിയും പ്രശ്നവും ഉണ്ടായിരുന്നു. ബംഗാളിൽ നന്ദിഗ്രാമും സിന്ദൂറുമൊക്കെ ഉണ്ടായിരുന്നു. ത്രിപുരയിൽ മണിക് സർക്കാർ എന്ന് പറയുന്ന വികസന വിരോധിയായ ഒരു പാവപ്പെട്ടവനാണ് കേട്ടോ. എന്നാൽ പോലും അയാളാണ് ഈ ത്രിപുരയിൽ CPM തകരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്തൊക്കെയായാലും കേരളത്തിൽ CPM-ൻ്റെ അവസാന കാലഘട്ടത്തോട് CPM അടുക്കുകയാണ്. ഒരു 90-95% തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുടെ മതി. തകരും. കാരണം ജനവിരുദ്ധത, രാജ്യവിരുദ്ധത, സാമൂഹ്യ വിരുദ്ധത ഒക്കെ തന്നെ പ്രകടിപ്പിക്കുന്ന, ഗുണ്ടകളെ വെച്ച് മാത്രം മുമ്പോട്ട് പോകുന്ന, അല്ലെങ്കിൽ പച്ചക്കള്ളങ്ങൾ മാത്രം പറയുന്ന, എന്തിനേയും ഏതിനേയും ന്യായീകരിക്കുന്ന, എന്തിനും ഏതിനും വൃത്തികെട്ട ന്യായീകരണങ്ങൾ കണ്ടെത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, അതേത് പാർട്ടിയായാലും, നിലനിൽക്കാൻ സാധിക്കില്ല. അതൊരു പൊതു തത്വമാണ്. കൈരളിയും ദേശാഭിമാനിയും ചിന്തയും അല്ലെങ്കിൽ കേരള ശബ്ദവും പോലും ഇവരുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക എത്രമാത്രം ഇവർ വെറുക്കപ്പെട്ടവരായി കഴിഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പിണറായി വിജയൻ എന്ന് പറയുന്നയാളുടെ ഏകാധിപത്യ ഭാവം, ഇയാൾക്ക് ഒപ്പം നിൽക്കുന്ന ഗോവിന്ദനെ പോലെയുള്ള ചില ഏറാൻ മൂളികളുടെ ഒരുതരം ജനങ്ങളെ പരിഹസിക്കുന്ന, ജനങ്ങളെ കളിയാക്കുന്ന, സഖാക്കളെ പോലും
പരിഹസിക്കുന്ന, കൂടെ നിൽക്കുന്ന CPIയെ പോലും പരിഹസിക്കുന്ന ഈ LDF യോഗത്തിൽ CPIയുടെ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമൊന്നും ചർച്ചയായില്ലെന്നാണ് കേൾക്കുന്നത്. CPIക്ക് പേടിയാണ്, ബിനോയ് വിശ്വത്തിന് പേടിയാണ്, എല്ലാവർക്കും ഇവരെ പേടിയാണ്. പക്ഷേ ഈ പേടിയൊക്കെ മാറി ആൾക്കാർ ചാണകം കൊണ്ട് എറിയുന്ന, ചൂലുകൊണ്ട് അടിച്ചോടിക്കുന്ന ഒരവസ്ഥയിലേക്ക് CPM എത്താൻ അധികം താമസമൊന്നും വേണ്ട.